എൻഡിഎയുടെ സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് तो आप देख सकते हैं उपराष्ट्रपति चुनाव के पद के प्रत्याशी CP राधाकृष्णन ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ ഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിരുന്നു. അദ്ദേഹം തന്നെയാണ് നാമനിർദ്ദേശ പത്രിക കൈമാറിയത്. ഒപ്പം പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ സമുന്നത നേതാക്കളെല്ലാം തന്നെ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ശ്രീകാന്തിലേക്ക് പോകാം. ശ്രീകാന്ത്, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒപ്പം അമിത്ഷാ, നദ്ദ, രാജ്നാഥ് സിംഗ് എല്ലാ നേതാക്കളും ഒപ്പമുണ്ട്. CP രാധാകൃഷ്ണന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് ശ്രീകാന്ത് വിശദാംശങ്ങൾ? രാഖി, നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആരോഗ്യമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ തുടങ്ങി BJPയുടെ മുഴുവൻ നേതാക്കളും മന്ത്രിമാരും അതോടൊപ്പം ഘടകകക്ഷി നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഈ സംഘത്തിനൊപ്പം ഉണ്ട്. പ്രധാനമന്ത്രിയാണ് പേര് നിർദ്ദേശിച്ചത്. ആദ്യ നിർദ്ദേശകൻ പ്രധാനമന്ത്രിയാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അവർ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് അതിന്റെ നടപടികൾ പൂർത്തീകരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഖി, രണ്ട് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 2 പേരാണ് ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഏറ്റുമുട്ടുന്നത്. ഒരാൾ കോയമ്പത്തൂർ ബേസ് ചെയ്ത് തമിഴ്നാട്ടിൽ BJPയുടെ മുന്നേറ്റത്തിന് വലിയ സംഭാവന നൽകിയ ആൾ എന്ന രീതിയിൽ CP രാധാകൃഷ്ണനെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വലിയ ഭരണപരിചയം ഉണ്ട് എന്നുള്ളത് കൂടി ഇതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഗവർണർ, ഝാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും ഒക്കെ ഗവർണറായിരുന്നു അദ്ദേഹം. അതിനിടയിലാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് BJP സ്ഥാനാർത്ഥിയായി നിയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു പാടവം, ഭരണപരിചയം ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളത് BJP കണക്കുകൂട്ടുന്നു. അത് മാത്രമല്ല, BJP സംബന്ധിച്ചിടത്തോളം ആ വിഷയത്തിൽ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി BJP നൽകുന്നുണ്ട് ഇതിലൂടെ. കാരണം നോർത്ത് സൗത്ത് ഡിവൈഡ് എന്നൊരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഈ തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ അടക്കമുള്ളവർ നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ CP രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ്, സമുന്നതനായ നേതാവാണ്. അതിനാൽ തന്നെ ജാതി സെൻസസ് അടക്കം ഉയർത്തിക്കാട്ടി ജാതിയുടെ പേരിൽ ഹിന്ദു വിഭാഗത്തെ തമ്മിലടിപ്പിക്കാനും വിഭജിക്കാനുമുള്ള ശ്രമങ്ങൾക്ക് കൂടി ഒരു മറുപടിയാണ് ഈ OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ
BJP ചെയ്യുകയും ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് എതിരായി മത്സരിക്കുന്ന വ്യക്തി B. സുദർശൻ റെഡ്ഡി, അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. അദ്ദേഹം ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേതാവാണ്. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം അവിടെ YSR കോൺഗ്രസും അതോടൊപ്പം തന്നെ TDPയും BJPയുടെ സഖ്യകക്ഷിയാണ്. TDP NDAയിൽ ഉൾപ്പെടുന്ന ഘടകകക്ഷി കൂടിയാണ്. രണ്ട് കൂട്ടരും പിന്തുണയ്ക്കുന്നത്, അവിടെ നിന്നും B. സുദർശൻ റെഡ്ഡി പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി ഉണ്ട് എങ്കിൽ കൂടി അവർ പിന്തുണയ്ക്കുന്നത് നിലവിലിപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥിയാണ് CP രാധാകൃഷ്ണനെയാണ്. അദ്ദേഹം സുപ്രീം കോടതിയിൽ സാന്നിധ്യത്തിൽ സാന്നിധ്യത്തിന് ദീർഘം. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം എത്തിയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയിരിക്കുന്നത്. ഇന്നലെ ഡൽഹിയിൽ NDA പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നിരുന്നു. ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണനെ എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും ഒപ്പം അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ചെയ്തിരുന്നു. നാളെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. ഇന്ന് അല്പസമയം മുൻപാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണം നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പമുണ്ട്. രാജ്നാഥ് സിംഗ് ഉണ്ട്, ആഭ്യന്തരമന്ത്രി അമിത്ഷയുണ്ട്, JP നദ്ദയുണ്ട്, കിരൺ റിജിജു ഉണ്ട്, നിതിൻ ഗഡ്കരി അടക്കമുള്ളവർക്കൊപ്പമാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് എത്തിയത്. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുന്നത്. മുൻ സുപ്രീം കോടതി ജഡ്ജി B. സുദർശൻ റെഡ്ഡിയാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി. അദ്ദേഹം നാളെയാണ് പത്രിക സമർപ്പണം നടത്തുക. ശ്രീകാന്തിലേക്ക് പോവുകയാണ്. ശ്രീകാന്ത്, എന്തായാലും CP രാധാകൃഷ്ണന്റെ വിജയം സുനിശ്ചിതമാണ്, അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം അത്രയേറെ പിന്തുണയുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പത്രികാ സമർപ്പണം നടന്നു കഴിഞ്ഞു അല്ലേ ശ്രീകാന്ത്? നിലവിലിപ്പോൾ പത്രികാ സമർപ്പണം നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഒരു കക്ഷിനില വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ജയിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ പിന്തുണ ഈ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട ആളുകൾ പോലും BJPക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് YSR കോൺഗ്രസ് നിലവിൽ BJPയെ പിന്തുണച്ച് CP രാധാകൃഷ്ണനെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ഈ സുദർശൻ റെഡ്ഡിയുടെ കാര്യമാണ്. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായ സുദർശൻ റെഡ്ഡിയുടെ കാര്യമാണ്. അദ്ദേഹമാണ് ഈ സൽവാ ജുദും എന്ന് പറയുന്ന ഛത്തീസ്ഗഡിൽ വലിയ അതിരൂക്ഷമായ മാവോയിസ്റ്റ് ഭീഷണി നിലനിന്ന ഘട്ടത്തിൽ അവിടുത്തെ ആദിവാസി യുവാക്കൾക്ക് സൈനിക പരിശീലനം അടക്കം നൽകി മാവോയിസ്റ്റുകൾക്കെതിരെ പോരാടാൻ പ്രാപ്തരാക്കിയ അവിടുത്തെ സർക്കാരിന്റെ ഒരു നീക്കമുണ്ടായിരുന്നു. അത് വലിയ വിജയം കണ്ടതുമാണ്. അതിനെതിരെ ദ വയറിന്റെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്യദ്രോഹ കുറ്റത്തിന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുള്ള ദ വയറിന്റെ സ്ഥാപകൻ കൂടിയായ സിദ്ധാർത്ഥ വരദരാജന്റെ ഭാര്യ, ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജായിരിക്കുമ്പോഴാണ് ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഈ സൽവാ ജുദൂമിനെ തന്നെ അദ്ദേഹം കൂടി അധ്യക്ഷനായ ബെഞ്ച് നിരോധിച്ചു കളഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. അതിനുശേഷം നമ്മൾ കണ്ടത് കൂട്ടക്കൊലയാണ് ഛത്തീസ്ഗഡിൽ കണ്ടത്. മാവോയിസ്റ്റുകൾ അഴിഞ്ഞാടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അന്ന് ഈ ഹർജി നൽകിയ സിദ്ധാർത്ഥ വരദരാജന്റെ ഭാര്യ നന്ദിനി മാവോയിസ്റ്റ് അനുകൂലിയും അതോടൊപ്പം തന്നെ ഒരു കേസിലെ വിവിധ കേസുകളിലെ പ്രതി കൂടിയാണ്. ഡൽഹി സർവകലാശാലയിലെ പ്രൊഫസർ കൂടിയായിരുന്നു അവർ. അങ്ങനെ അദ്ദേഹം ഈ സാൽവാ ജുദൂമിനെ നിരോധിച്ച ഒരു പശ്ചാത്തലത്തിൽ അതിനുശേഷമാണ് അവിടുത്തെ കോൺഗ്രസിന്റെ പ്രബലനായ നേതാവ്, ബസ്തർ ടൈഗർ എന്നൊക്കെ അറിയപ്പെടുന്ന പ്രബലനായ നേതാവ് അവിടെ കൊല്ലപ്പെടുന്നത്. അങ്ങനെ ഈ മാവോയിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ഈ കേസിൽ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിച്ചു, വിധി നൽകി എന്നൊക്കെ ആരോപണം നേരിട്ട വ്യക്തി കൂടിയാണ് ഈ B. സുദർശൻ റെഡ്ഡി എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും അദ്ദേഹം
കോൺഗ്രസിന്റെ ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിമർശനങ്ങൾ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നതാണ്. എന്തായാലും അദ്ദേഹം നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്ത മാസം 9-ാം തീയതിയാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്കുള്ള ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതാണ്. പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത്. അമിത്ഷാ, ഒപ്പം തന്നെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആരോഗ്യമന്ത്രിയും BJP അധ്യക്ഷനുമായ JP നദ്ദ, വിവിധ ഘടകകക്ഷികളിലെ മന്ത്രിമാർ, നേതാക്കൾ എല്ലാവരും അനുഗമിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. കാരണം നിലവിലെ സംഖ്യ നോക്കുമ്പോൾ, പാർലമെന്റിലെ സംഖ്യ നോക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ്. അത്രയധികം ഭൂരിപക്ഷം BJPയെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റിൽ ഉണ്ട് എന്നുള്ളത് ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ്. അദ്ദേഹത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിന് NDA മാത്രമല്ല, നേരെ മറിച്ച് പുറത്തുനിന്നും YSR പോലെയുള്ള, കോൺഗ്രസ് പോലെയുള്ള പാർട്ടികളും BJPക്ക് പിന്തുണ നൽകുന്നുണ്ട്. BJDയുടെ പിന്തുണ കൂടി BJP അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അതും കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൗത്തിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരികയാണെങ്കിൽ, അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലം കൂടിയാണ് തമിഴ്നാട്. BJPയുടെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വേണമെങ്കിൽ ഈ തീരുമാനത്തെ വിശേഷിപ്പിക്കാം. OBC വിഭാഗത്തിൽ നിന്നുള്ള നേതാവാണ് CP രാധാകൃഷ്ണൻ. മാത്രമല്ല, വലിയ ഭരണപരിചയം അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് ഈ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരുന്നതിന് പ്രധാന കാരണമാകും. മുൻപുണ്ടായിരുന്ന ഉപരാഷ്ട്രപതിക്കെതിരെ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉന്നയിച്ചിരുന്ന ഒരു കാര്യം, അദ്ദേഹം മർക്കടമുഷ്ടിക്കാരനാണ് എന്നുള്ളതാണ് ജഗദീപ് ധൻഖറിനെതിരെ. പക്ഷേ CP രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സൗമ്യനായ വ്യക്തി ആയാണ് അറിയപ്പെടുന്നത്. ഈ രാഷ്ട്രീയ മേഖലയിൽ അദ്ദേഹം വളരെ പക്വതയോടെ, പാകതയോടെ, സൗമ്യനായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പ്ലീസിംഗ് ആണ് എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ആ പശ്ചാത്തലത്തിലാണ് BJP ഏറ്റവും മികച്ച കാൻഡിഡേറ്റിനെ അവതരിപ്പിച്ചത്. ഈ ഇന്ത്യക്കെതിരെ ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് ചെയ്യാൻ നടക്കുന്ന, ഡിവിഷൻ പറയുന്ന ആളുകൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, BJPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരൊറ്റ രാജ്യം എന്ന രീതിയിലാണ് BJP പരിഗണിക്കുന്നത്. അവിടുത്തെ എല്ലാ മേഖലയിലും പെട്ട ആളുകൾക്ക് BJP പരിഗണന കൊടുക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് CP രാധാകൃഷ്ണൻ ഇപ്പോൾ ഏറ്റവും വലിയ ഭരണഘടനാ പദവികൾ ഒന്നിലേക്ക് എത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വിജയം സുനിശ്ചിതമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം അത്രയധികം അംഗബലം BJPക്കുമുണ്ട്, അതോടൊപ്പം തന്നെ NDA സഖ്യത്തിനുമുണ്ട്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായി NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രിമാർക്കും ഒപ്പമാണ് CP രാധാകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പത്രികയിൽ അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേർന്ന NDA പാർലമെന്ററി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി CP രാധാകൃഷ്ണന്റെ പേര് പരിചയപ്പെടുത്തുകയും അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയെന്നോണം ഇന്ന് അദ്ദേഹം പത്രിക സമർപ്പണത്തിന് എത്തുമ്പോൾ ഒപ്പമുണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. എന്തായാലും നാളെ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം ആണ്. അടുത്ത മാസം 9-നാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുക. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.